ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫിൽമി ടേബിൾ. ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് വേട്ടയ്യൻ. ഒക്ടോബർ 10-നാണ് പണം റിലീസ്. അപ്പം ഇന്ന് അതിൻ്റെ ഒരു പ്രിവ്യൂ വന്നിരുന്നു. ട്രെയിലർ അല്ല, ടീസർ അല്ല, ജസ്റ്റ് പ്രിവ്യൂ. അപ്പം ഞാൻ ഈ പ്രിവ്യൂ എന്ന് പറഞ്ഞൊരു സംഭവം ആദ്യമായിട്ട് കണ്ടത് ജവാൻ എന്ന സിനിമയിലാണ്. ഷാരൂഖ് ഖാൻ നായകനായിട്ട് അഭിനയിച്ച് അറ്റ്ലി സംവിധാനം ചെയ്ത ചിത്രം. അപ്പം അതിലാണ് പ്രിവ്യൂ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ആദ്യമായിട്ട് കാണുന്നത്. അതിനാദ്യം റിലീസ് ചെയ്തൊരു പ്രിവ്യൂ ആണ്. എന്നിട്ടൊരു പടം റിലീസാവാൻ ഒരാഴ്ചക്ക് മുമ്പാണ് ജവാന്റെ ട്രെയിലർ റിലീസായത്. അപ്പോൾ വേട്ടയ്യന്റെ കാര്യത്തിൽ ആദ്യം അവരൊരു പ്രിവ്യൂ ആണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇതിന് ശേഷം ചിലപ്പോൾ ഒരു പടത്തിന്റെ റിലീസിന് മുമ്പ് ഒരു 10 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചക്ക് മുമ്പ് അതിന്റെ ട്രെയിലർ വിടും. അപ്പോൾ പ്രിവ്യൂ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനുമുമ്പ് ഈ സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ രജനീകാന്ത്, അമിതാഭ് ബച്ചൻ, മഞ്ജു വാര്യർ, റാണ ദഗ്പതി, ഫഹദ് ഫാസിൽ, അങ്ങനെ ഒട്ടനവധി താരങ്ങൾ അഭിനയിച്ച ചിത്രമാണ് വേട്ടയ്യൻ. ഇപ്പൊ ഇതിന്റെ സംവിധാനം അതെടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ജയ് ഭീം സംവിധാനം ചെയ്ത ടി ജ്ഞാനവേൽ, അദ്ദേഹമാണ് ഇതിന്റെ സംവിധാനം. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു ജയ് ഭീം. ക്ലൈമാക്സ് ഒക്കെ കണ്ട് ഒരുപാട് ഇമോഷണൽ ആയി പോയ ഒരു സിനിമയാണത്. അപ്പൊ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പടത്തിന് വേണ്ടി കാത്തിരിക്കാൻ ആ സംവിധായകന്റെ പേര് മാത്രം മതി. അതിന്റെ കൂടെ രജനീകാന്തും അമിതാഭ് ബച്ചൻ ഇവരൊക്കെ വരിക എന്ന് പറയുമ്പോ പിന്നെ കാത്തിരിക്കാൻ വേറെ കാരണങ്ങൾ എന്താ വേണ്ടത്? അപ്പൊ എന്തായാലും പടത്തിന്റെ പ്രിവ്യൂ വന്നിട്ടുണ്ട്, നമുക്കതൊന്ന് പോയി കണ്ടുനോക്കാം. Do you know who these officers are? Renowned encounter specialists, sir. സുഭാഷ് நாட்டுல லட்சக்கணக்கான போலீஸ் ஆபீசர்ஸ் இருக்கும்போது இவங்கள மட்டும் அடையாளம் தெரியுது. ஹவுஸ் இட் பாசிபிள்? அமிதாப் பச்சன் சவுண்ட் மோஸ்ட் டேஞ்சரஸ் கிரிமினல்ஸ் தைரியமா என்கவுண்டர் பண்ணதால இவங்க ஹீரோஸா இருக்காங்க. புதுசா ஒரு பணி எடுக்க முடியல. ஒரு பொருளை கைமாத்த கூப்பிட்டா ஒரு மணி வர மாட்டேங்க. நமக்கு தான் எஸ்பிங்க பேர்ல ஒரு எம வந்திருக்கான்ல. நம்ம ஊர்ல 4 பப்ளிக்கை கொலை பண்ணா அந்த எஸ்பியை டிரான்ஸ்ஃபர் அடிப்பானுல்ல. பேர்ல கொலை பண்றது தான் ஹீரோயிசம். இஸ் இட்? என்கவுண்டருங்கிறது குற்றம் செஞ்சவங்களுக்கு கொடுத்த தண்டனை மட்டும் இல்ல, இனிமே இந்த மாதிரி குற்றம் நடக்க கூடாதுங்கிறதுக்கு எடுக்கிற முன்னெச்சரிக்கை நடவடிக்கை. ഒക്ടോബർ 10. ഇതാണ് ഗൈസ് പ്രിവ്യൂ. പ്രിവ്യൂ നമ്മൾ കണ്ടു. ഒരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് രജനീകാന്തിന്റെ റോൾ അങ്ങനെയാണ്. അമിതാഭ് ബച്ചൻ വല്ല ഹ്യൂമൻ റൈറ്റ്സ് വല്ല ആണോ, അങ്ങനെയാണ് തോന്നുന്നത്. എന്തായാലും ഇതൊരു മാസ് മസാല അങ്ങനത്തെ ആ രീതിയിലല്ല അതിന്റെ ഒരു പ്രിവ്യൂ വന്നിട്ടുള്ളത്. വലിയ രീതിയിൽ അങ്ങനെ ഒരു മാസി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ലേ. അപ്പോൾ ഒരു കണ്ടന്റ് ഓറിയന്റ് അതിന്റെ ഒരു മണക്കുണ്ട്. അങ്ങനത്തെ ഒരു ഫിലിമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇല്ലെങ്കിൽ ഒരു യൂഷ്വൽ രജനീകാന്തിന്റെ സിനിമ എന്നൊക്കെ പറഞ്ഞാൽ പക്ക മാസ്, അങ്ങനെ ഒരു മാസ് എലമെന്റ്സ് ആയിരിക്കും കൂടുതൽ. അങ്ങനെയായിരിക്കും ട്രെയിലറും ടീസറും ഒക്കെ കട്ട് ചെയ്യുക. ഇതിപ്പോ അങ്ങനെ ഒരു സംഭവമല്ല. അപ്പൊ എന്തായാലും ജ്ഞാനവേൽ രാജ എന്താണ് ഒരുക്കി വെച്ചിരിക്കുന്നുള്ളത് 10-ാം തീയതി അറിയാം. അപ്പൊ അമിതാഭ് ബച്ചനും രജനീകാന്തിന്റെ ഒരു ഫേസ് ഓഫ് പോലെയാണ് തോന്നിയത്. ആ ഒരു പ്രിവ്യൂ കഴിയാറാകുമ്പോ രണ്ടുപേരും ഒരു മുഖാമുഖം വരുന്ന അങ്ങനത്തെ ഒരു ഫേസ് ഓഫ് സീനൊക്കെ ഉണ്ടാവും തോന്നണു സിനിമയില്. പിന്നെ ഫാഫയുണ്ട്, ഫഹദ് ഫാസിൽ, പുള്ളിക്കാരന്റെ റോള് എന്തായിരിക്കും എന്തോ. പിന്നെ സാബുമോനെ കണ്ടു സിനിമയില്. അപ്പൊ എന്തായാലും
മലയാളികൾക്ക് കാത്തിരിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഫഹദ് ഫാസിലൊക്കെ വിക്രമ സിനിമയില് ഈ പറഞ്ഞ പോലെ കമലഹാസന്റെ ഒരു സിനിമയില് വേറൊരു നടൻ കട്ടക്ക് അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞ അതൊരു സംഭവം തന്നെയാണ്. അപ്പൊ ഇതില് ഫഹദ് ഫാസിൽ എന്താണ്, ഏതായാലും പുള്ളി വെറുതെ ഒരു റോള് പോയിട്ട് അങ്ങോട്ട് അഭിനയിച്ച് ഇങ്ങനെ വരില്ല, അത് നല്ല റോളായിരിക്കും. അപ്പൊ അതില് പുള്ളി എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ ഒരുപാട് 10-ാം തീയതി വരെ വെയിറ്റ് ചെയ്തിരിക്കണം. എന്തായാലും പ്രിവ്യൂ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പടത്തിന്റെ എന്താ ഒരു തീം എന്നുള്ളത് ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, കൂടുതൽ കാര്യങ്ങൾ റിവീൽ ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ഒരു എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ്, പുള്ളിയുടെ ലൈഫിൽ ഉണ്ടാവുന്ന കഥകളൊക്കെയാന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും ട്രെയിലർ വരുമ്പോ കുറച്ചും കൂടി നമുക്ക് ചിലപ്പോ കഥേനെ കുറിച്ചൊരു ഡീറ്റെയിൽസ് ഒക്കെ കിട്ടുമായിരിക്കും. ഇതിപ്പോ അധികം റിവീൽ ചെയ്തിട്ടൊന്നുമില്ല. എന്തായാലും ട്രെയിലർ വരട്ടെ, പിന്നെ 10-ാം തീയതി സിനിമയും വരട്ടെ. അപ്പൊ എന്തായാലും അനിരുദ്ധൊക്കെ BGM ചുമ്മാ തീയാണ്. ഒരു തിയേറ്ററിലൊക്കെ വരുമ്പോ ടൈഗർ കാ ഹുക്കും എന്നുള്ള ജയിലറിലുണ്ടായ പോലെ അങ്ങനത്തെ സംഭവം ഇതിലുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ആ BGM ഒക്കെ തിയേറ്ററിൽ ഗംഭീരമായിരിക്കും. അല്ലെങ്കിൽ രജനീകാന്തിന്റെ പടത്തിന് BGM ഒക്കെ ചെയ്യുമ്പോൾ അനിരുദ്ധ് വേറെ ലെവലാണല്ലോ. എന്തായാലും BGM ഒരു രക്ഷ ഉണ്ടാവില്ല. എന്തായാലും പടം വരട്ടെ, എന്നിട്ട് നമുക്ക് കണ്ട് തീരുമാനിക്കാം. പടത്തിന് മുമ്പ് ട്രെയിലറും വരും, അതും കൂടി കണ്ടിട്ട് കാണാം എന്താണെന്നുള്ളത് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്.